ഹലോ ഫ്രണ്ട്സ്, ടെലാവി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? നമ്മൾ ആംഗിൾസ് എന്താണെന്ന് പഠിച്ചു. അതേപോലെ ആംഗിൾ മെഷർ ചെയ്യാനുള്ള രണ്ട് സിസ്റ്റംസ് ഏതൊക്കെയാണ്? ഡിഗ്രി, റേഡിയൻ സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ടുള്ള കൺവേർഷനും റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലുള്ള കൺവേർഷനും നമ്മൾ പഠിച്ചു. അതേപോലെ മിനിറ്റ്, സെക്കൻഡ് അല്ലേ, ഡിഗ്രിയുടെ തന്നെ രണ്ട് മെഷർമെൻറ്റുകളായ മിനിറ്റിനെ കുറിച്ചും സെക്കൻഡിനെ കുറിച്ചും നമ്മൾ കാണിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി എന്ത് ചെയ്യാൻ പോവുക? ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവുക. നിങ്ങളുടെ NCERT-യിലുള്ള 3.1 എക്സസൈസിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഈ ഒരു ലെക്ചറിൽ വർക്കൗട്ട് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ഡിഗ്രി മെഷേഴ്സ്. നമുക്കിവിടെ കുറച്ച് ഡിഗ്രി മെഷേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഡിഗ്രി എന്തായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി? റേഡിയനായിട്ട് കൺവേർട്ട് ചെയ്താൽ ഈസി ആയിട്ട് കൺവേർഷൻ നമുക്ക് അറിയാം അല്ലേ? ഡിഗ്രിയെ റേഡിയനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഗ്രി എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ആണെങ്കിൽ ആ ഡിഗ്രിയെ റേഡിയനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഗ്രിയെ റേഡിയനാക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഡിഗ്രിയെ റേഡിയനിലോട്ടാക്കണം. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? π/180 ചെയ്താൽ മതി. ഓക്കെ, സോ മൾട്ടിപ്ലൈ വിത്ത് ഡിഗ്രി മെഷർ. ഒരു 5 ഡിഗ്രി ഉണ്ട്. 5 × π/180 ചെയ്താൽ എന്തായി? അത് റേഡിയനിലായി. ഓക്കെ, സിമ്പിൾ. സോ ഇൻറ്റു π/180 ചെയ്താൽ മതി എന്ത് ചെയ്യാൻ? നമുക്ക് റേഡിയനിലാക്കാൻ. സോ നമുക്ക് നോക്കാം, അങ്ങനെ ആക്കി നോക്കാം. അങ്ങനെ ആക്കുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. അതാ നോക്കി, 25 ഡിഗ്രി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 25 ഡിഗ്രിയെ റേഡിയനിലാക്കണം. അപ്പോൾ 25 ഇൻറ്റു π/180 ആൻസറായി. 25 ഡിഗ്രി എന്തിലായി? 25 ഡിഗ്രി റേഡിയനിലാവും. ഇതാ നോക്കിയാൽ π/180. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലയോ? 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം ഇതെന്താവും? 5 π/180 ഡിവൈഡഡ് ബൈ 5 എത്ര? 180 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം നമുക്ക് അല്ലയോ? 180 ഡിവൈഡഡ് ബൈ 5 എത്ര? 3 15 16 17 18 3 30 6 36 കിട്ടും അല്ലയോ? സോ 36 കിട്ടും. സോ 5π/36 ഇത്ര എന്താ? റേഡിയൻ. സിമ്പിൾ അല്ലയോ? സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഏതാ നോക്കിയാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട്? -47 ഡിഗ്രി 30 മിനിറ്റ് എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് ഡിഗ്രിയെ റേഡിയനാക്കാൻ നമുക്കറിയാം, പക്ഷേ 30 മിനിറ്റിനെ റേഡിയനാക്കാൻ നമുക്കറിയാമോ? ഇല്ല. മിനിറ്റിനെ റേഡിയനാക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഡിഗ്രിയെ റേഡിയനാക്കാൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മിനിറ്റിനെ ഡിഗ്രി ആക്കും. ഓക്കെ, ഈ മിനിറ്റ് 30 മിനിറ്റ് എന്ന് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ 30 മിനിറ്റിന് നമ്മൾ എന്താക്കും? ഡിഗ്രി ആക്കും. എന്നിട്ട് അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യും? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ സിമ്പിളാണ്. നമ്മൾ ഇതേ കണക്കുള്ള ക്വസ്റ്റ്യൻ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ കുഴപ്പമില്ല, പേടിക്കേണ്ട. അതാണ്ട് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ. എന്താ നോക്കിയേ, മൈനസിനെ ആദ്യം മൈനസായിട്ട് താണ്ട ഞാനീ വെളിയിൽ എഴുതി. ഇനി നമ്മുടെ ഈ ഉള്ളതാരാ? മൈനസ് അവിടെ കിടക്കട്ടെ, മൈനസ് അതേപോലെ കിടക്കട്ടെ. നമ്മുടെ ഈ ഉള്ളതാരാ? 47 ഡിഗ്രി 30 മിനിറ്റ് അല്ലയോ? അതിനിങ്ങനെ എഴുതിക്കൂടെ? അതായത് ഇതിൻ്റെ അർത്ഥം എന്താ? 47 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളത് എന്താ? 47 ഡിഗ്രി ഉണ്ട്, അതിൻ്റെ കൂടെ എന്തുകൊണ്ട് ഒരു 30 മിനിറ്റും ഉണ്ട്. സോ 47 ഡിഗ്രി പ്ലസ് 30 മിനിറ്റ്, ഇങ്ങനെയാണ് നമ്മുടെ ഈ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? മൈനസ് അതേപോലെ എഴുതി 47 ഡിഗ്രി. നമുക്കറിയാം 30 മിനിറ്റിനെ നമുക്ക് മാറ്റണം. 30 മിനിറ്റിനെ എന്തോ ആക്കണം? ഡിഗ്രിയിൽ തന്നെ ആക്കണം. മൊത്തവും ഡിഗ്രി കിടന്നു കഴിഞ്ഞാൽ ആ ഡിഗ്രിയെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ 30 മിനിറ്റാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആദ്യം ആ 30 മിനിറ്റിനെ ഞാൻ ഇനി എന്താക്കാൻ പോവുക? ഡിഗ്രി ആക്കാൻ പോവുക. ഓക്കെ, സോ 30 മിനിറ്റിനെ ഡിഗ്രി ആക്കുന്നത് എങ്ങനെയാണ്? മിനിറ്റിനെ ഡിഗ്രി ആക്കാൻ എന്ത് ചെയ്താൽ മതി? 30 മിനിറ്റിനെ ഡിഗ്രി ആക്കാൻ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ പഠിച്ചതാ, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ. സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ. മിനിറ്റിനെ ഡിഗ്രി ആക്കാൻ എന്ത് ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഡിഗ്രിയെ മിനിറ്റ് ആക്കാനാണെങ്കിലോ 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്തേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ മിനിറ്റിനെ നമുക്ക് ഡിഗ്രി ആക്കാനാ. സോ 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും അല്ലയോ? 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര? 1/2 ഡിഗ്രിയാണ്. ഓക്കെ, ഡിഗ്രിയിലായി കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതാ നോക്കിയേ, മൈനസ് അതേപോലെ എഴുതി 47 ഡിഗ്രിയും 1/2 ഡിഗ്രി അല്ലയോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 47 × 2 എത്ര? 80 94 പ്ലസ് 1 95. സോ 95 ഡിവൈഡഡ് ബൈ 2 ഡിഗ്രി. കിട്ടിയോ? കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇത്രയും ഡിഗ്രിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത്രയും ഡിഗ്രിയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഈ ഡിഗ്രിയെ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? അങ്ങ് റേഡിയനിലോട്ടാക്കിയാൽ മതി. ഓക്കെ, സോ -95/2 ഇൻറ്റു റേഡിയനിലാക്കാൻ ഇൻറ്റു π/180 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 95ഉം 180 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യില്ലയോ? 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 95നെ 180യും 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 95/5 എന്ത് കിട്ടും? 5 4
9. ഓക്കെ, സോ 19 കിട്ടും. 19 പൈ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 180യെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 ഡിവൈഡഡ് ബൈ 5 3 15 30 6 36 കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് അതേപോലെ എഴുതി 19 പൈ ബൈ 36 ഇൻറ്റു 2 എത്ര? 72. സോ മൈനസ് 19 പൈ ബൈ 72 ആൻസർ കിട്ടും. സിമ്പിൾ അല്ലയോ ചെയ്യാൻ? സിമ്പിളാണ് ചെയ്യാൻ. ഇവിടെ ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ഒറ്റ കാര്യമല്ലേ ചെയ്ത് റേഡിയനിലാക്കാൻ ഇൻറ്റു എന്ത് ചെയ്യുക? പൈ ബൈ 180. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ പ്രത്യേകത എന്തായിരുന്നു? 47 ഡിഗ്രി 30 മിനിറ്റ് എന്നായിരുന്നു നമുക്ക് തന്നത്. അപ്പോൾ 30 മിനിറ്റിന് നമ്മൾ ആദ്യം എന്താക്കണം? ഡിഗ്രിയിലാക്കണം. മിനിറ്റിന് ഡിഗ്രി ആക്കാൻ എളുപ്പം നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടി 47 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു? 47 ഡിഗ്രി പ്ലസ് 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഹാഫ് ഡിഗ്രി നമുക്ക് കിട്ടിയില്ലോ. 47 ഡിഗ്രി പ്ലസ് ഹാഫ് ഡിഗ്രി എന്ന് കിട്ടി. ഇനി സിമ്പിളായിട്ട് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 95 ബൈ 2 ഡിഗ്രി എന്ന് കിട്ടി. ഇപ്പോൾ മൊത്തം എന്തതിലായി? ഡിഗ്രിയിലായി. മിനിറ്റും സെക്കൻഡും ഒന്നും കിടപ്പില്ല. മൊത്തം എന്തതിലായി? ഡിഗ്രിയിലായി. ഇനി ഈ ഡിഗ്രിയെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു പൈ ബൈ 180 ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലായി? റേഡിയനിലായി. ഓക്കെ, സോ ഇത്രയും റേഡിയൻ. സിമ്പിൾ അല്ലയോ? സിമ്പിളാണ്. അങ്ങനെ ഏതാണെന്ന് നോക്കിയേ. സിമ്പിളായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 240 ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ മതി. എന്ത് കിട്ടും? ഇത് റേഡിയനിലാവും. 520 ഡിഗ്രി ഉണ്ട്. 520 ഇൻറ്റു പൈ ബൈ 180 ചെയ്താൽ മതി. അപ്പോൾ അതെന്താവും? റേഡിയനിലാവും. സോ 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് തനിയെ ചെയ്ത് നോക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, സോ അങ്ങനെ നോക്കാം. നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഫൈൻഡ് ദ ഡിഗ്രി മെഷേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് റേഡിയൻ മെഷേഴ്സ്. ഓക്കെ, എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. റേഡിയൻ തന്നിട്ടുണ്ട്, ഡിഗ്രി കണ്ടുപിടിക്കണം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 11/16 നമുക്ക് തന്നേക്കുന്നത് 11/16 റേഡിയനാണ്. റേഡിയനെ ഡിഗ്രി ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? റേഡിയനെ ഡിഗ്രി ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഗ്രിയിലോട്ടാക്കേണ്ടത് അല്ലയോ? സോ ഇൻറ്റു 180/π ചെയ്യണം. ഓക്കെ, ഡിഗ്രിയിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 180/π. ഓക്കെ, സോ ഇതിനെ നമുക്ക് റേഡിയനിലെ 11/16 റേഡിയനെ ഡിഗ്രിയിലാക്കാം. ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 180/π ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 11/16 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ എന്ന് പറയുന്നതിന് നമ്മൾ അപ്രോക്സിമേഷൻ കൊടുക്കും. പൈക്ക് അപ്രോക്സിമേഷൻ എന്താ കൊടുക്കുന്നത്? 22/7 എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ കൊടുക്കണം. ഓക്കെ ഓക്കെ, സോ പൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 22 ഡിവൈഡഡ് ബൈ 7. അതെന്ത് ചെയ്യും? മുകളിൽ വരും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ എന്തൊക്കെ കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും? 11ഉം 22 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. 182 കൂടെ ക്യാൻസൽ ചെയ്യാം. 180യുടെ പകുതി എത്ര? 90. ഓക്കെ, 90 കിട്ടും. വേണമെങ്കിൽ ഒന്നുകൂടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 16 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 8 കിട്ടും. 90 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 45 കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനലി നമുക്ക് എന്ത് വന്നത്? ആൻസർ ആയിട്ട് വന്നത് 45 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 8 എന്ന് വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 45 ഇൻറ്റു 7 എത്ര കിട്ടും നമുക്ക്? 45 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ 45 ഇൻറ്റു 7 5 3 28 31 315 അല്ലേ? സോ 315 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. ഇത്രയും ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും ഡിഗ്രി എന്ന് കിട്ടി. പക്ഷേ നമുക്കറിയാം ഡിഗ്രി നമ്മൾ ഒരിക്കലും ഫ്രാക്ഷനായിട്ട് എഴുതത്തില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഡിഗ്രി നമ്മൾ ഒരിക്കലും ഫ്രാക്ഷനായിട്ട് എഴുതത്തില്ല. 315/8 ഡിഗ്രി അങ്ങനെയൊന്നും നമ്മൾ എഴുതത്തില്ല. നമ്മളെപ്പോഴും ഡിഗ്രി എഴുതുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം. നമ്മൾ ഇതാണ്ടേ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 38 ഡിഗ്രി 20 മിനിറ്റ് 10 സെക്കൻഡ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എഴുതത്തുള്ളൂ. 38/2 ഡിഗ്രി എന്നോ അല്ലെങ്കിൽ 50/5 ഡിഗ്രി എന്നോ അങ്ങനെ ഫ്രാക്ഷനായിട്ടൊന്നും നമ്മൾ ഡിഗ്രി എഴുതത്തില്ല. ഡിഗ്രി എപ്പോഴും നമ്മൾ എങ്ങനെ എഴുതും? ഡിഗ്രി ഒരു ഹോൾ നമ്പർ ആയിരിക്കും അല്ലയോ? ആ ഹോൾ നമ്പർ പിന്നെ ഒരു ഫ്രാക്ഷൻ വരുവാണെങ്കിൽ ആ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ മിനിറ്റ് ആക്കി എഴുതും. വീണ്ടും ഫ്രാക്ഷൻ വരുവാണെങ്കിൽ ആ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ആക്കി എഴുതും. ഈ എക്സാമ്പിൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, എനിവേ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്കറിയാം എന്തായാലും ഡിഗ്രിയെ നമ്മൾ എന്തായിട്ട് എഴുതത്തില്ല? ഫ്രാക്ഷനായിട്ട് എഴുതത്തില്ല. സോ 315/8 എന്ന് നമ്മൾ എഴുതത്തില്ല. അതിനെ നമുക്കൊരു ഹോൾ നമ്പറിൻ്റെ രീതിയിലൊക്കെ നമുക്ക് എഴുതണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. നമുക്ക് 315 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. സോ 315 ഡിവൈഡ് ബൈ 8 ചെയ്യാം. 315 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 24 3 8 24 അല്ലയോ? 7 5 9 ഇൻറ്റു 8 72 3 കിട്ടും. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയോ. 315/8 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 315/8 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാ, അറിഞ്ഞുകൂടാക്കി ഇതാണ്ട് ഇപ്പോൾ പഠിച്ചു വെച്ചോ. ഇതാണ്ടേ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വന്നത് എന്താ? കോഷ്യൻ്റ് ആയിട്ട് വന്നത് എന്താ? 39. സോ 39
പ്ലസ് 3/8. ഓക്കെ, റിമൈൻഡർ വന്ന സാധനം 3/8 ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, 315/8 പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 39 പ്ലസ് 3/8 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആണ് ഇത്രയും കാര്യം ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 315/8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരുന്നടേ? 39 ഡിഗ്രി പ്ലസ് ഒരു 3/8 ഡിഗ്രിയും കൂടെ അല്ലയോ? 3/8 ഡിഗ്രി. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ആൻസർ. ഇനിയും തീർന്ന ആൻസർ? തീർന്നിട്ടില്ല. എന്താ ഇവിടെ ബാക്കിയുള്ളത്? ഇനി നമുക്കറിയാം 3/8 ഡിഗ്രി എന്ന് കിടപ്പുണ്ട്. ഞാൻ വീണ്ടും പറയുക, ഡിഗ്രിയെ നമ്മൾ എന്തായിട്ട് എഴുതത്തില്ല? ഫ്രാക്ഷൻ ആയിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല? എഴുതത്തില്ല. ഇനി നമ്മൾ നോക്കിയാൽ 3/8 എന്ന് പറയുന്നത് എന്താ? 3/8 എന്ന് പറയുന്ന സംഖ്യ എപ്പോഴും എന്തായിരിക്കും? 1-നേക്കാൾ ചെറുതായിരിക്കും. നമുക്കറിയാം ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടൊരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? 1-നേക്കാൾ ചെറുതായിരിക്കും. അത് നമുക്കറിയില്ലേ? നിങ്ങൾ വേറൊരു സംഖ്യ ആലോചിച്ച് നോക്കുക. 1/2 1-നേക്കാൾ ചെറുതല്ലേ? അതേപോലെ 3/4 1-നേക്കാൾ ചെറുതല്ലേ? ആണ്. സോ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതാണെങ്കിൽ ആ സംഖ്യ എപ്പോഴും എന്തായിരിക്കും? 1-നേക്കാൾ ചെറുതായിരിക്കും. അതായത് 3/8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് ആയിരിക്കും? അത് 1 ഡിഗ്രിയേക്കാൾ താഴെ ആയിരിക്കും. ഇനി നമുക്കൊരു കാര്യം അറിയാം, 1 ഡിഗ്രിയേക്കാൾ ചെറുതായിട്ടുള്ള വാല്യൂസ് അളക്കാൻ നമുക്ക് ആരുണ്ട്? നമുക്ക് മിനിറ്റ് ഉണ്ടല്ലയോ? കാരണം 1 ഡിഗ്രിയിൽ താഴെയുള്ള ആൾക്കാരെ അളക്കാനാണ് നമ്മൾ ആരെ കണ്ടുപിടിച്ചത്? മിനിറ്റിനെ കണ്ടുപിടിച്ചത്. എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? 1 ഡിഗ്രി എടുക്കും, ആ ഡിഗ്രിയെ 60 ഈക്വൽ പാർട്സ് ആക്കും. അതിലെ ഒരു പാർട്ടായിരുന്നു എന്തോന്ന്? 1 മിനിറ്റ്. അതായത് 1 ഡിഗ്രിയെ ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മിനിറ്റ് എന്ന് കിട്ടും. നമ്മൾ പഠിച്ചതല്ലയോ? അപ്പോൾ ഡിഗ്രിയെ മിനിറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ തൊട്ട് മുന്നേ ഒരു പ്രോബ്ലത്തിൽ ചെയ്യുകയും ചെയ്തു അല്ലയോ? ഡിഗ്രിയെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിഗ്രിയെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, കാരണം എന്താ? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 60 മിനിറ്റുകളാണ് അല്ലേ? 1 ഡിഗ്രിയെ 60 മിനിറ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭാഗിക്കാൻ പറ്റും. അതായത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട്. ഓക്കെ, സോ ഡിഗ്രിയെ മിനിറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ കാര്യവും നമുക്കറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം ഇത് 3/8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 1 ഡിഗ്രിയേക്കാൾ താഴെയുള്ള ആളാണ്. 1 ഡിഗ്രിയേക്കാൾ താഴെയുള്ള ആളെ അളക്കാൻ നമുക്ക് ആരുണ്ട്? മിനിറ്റ് ഉണ്ട്. സോ 3/8 ഡിഗ്രിയെ നമ്മൾ എന്താക്കാൻ പോവുക? ഇനി മിനിറ്റ് ആക്കാൻ പോകും. എങ്ങനെ മിനിറ്റ് ആക്കാം? മിനിറ്റ് ആക്കാൻ എളുപ്പം. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇല്ലയോ? 3/8 ഡിഗ്രിയെ മിനിറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 60 ചെയ്താൽ മതി. ഓക്കെ, കാരണം എന്താ? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അപ്പോൾ 3/8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3/8 ഇൻറ്റു 60. ഓക്കെ, സോ 3/8 ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെ? 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കും. ഇപ്പോൾ ഇത് 4 ആവും, ഇത് 30 ആവും. ഒന്നുകൂടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്ക്. അപ്പോൾ ഇവിടെ 2 കിട്ടും, ഇവിടെ 15 കിട്ടും. സോ 15 ഇൻറ്റു 3/2. 15 ഇൻറ്റു 3/2 എന്ന് പറഞ്ഞാൽ 45/2. ഓക്കെ, 45/2 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ 3/8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 45/2 മിനിറ്റാണ്. വീണ്ടും നമുക്കറിയാം ഈ ഡിഗ്രി മെഷർമെൻറ്റ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ലെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു? ഫ്രാക്ഷൻ ആയിട്ട് എഴുതത്തില്ല. സോ 45/2 മിനിറ്റ് എന്ന് ഞാൻ എഴുതത്തില്ല. പകരം ഞാൻ എന്ത് ചെയ്യും? 45/2 എന്താണെന്ന് നോക്കും. നമ്മൾ തൊട്ട് മുന്നേ ആ ഡിഗ്രി ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 315/8 എങ്ങനെ വന്നെന്ന് നോക്കി. അതുപോലെ തന്നെ മിനിറ്റ് വന്നപ്പോൾ നമുക്ക് 45/2 മിനിറ്റ് എന്ന് കിട്ടി. പക്ഷെ അങ്ങനെ എഴുതത്തില്ല. നമ്മൾ ആ 45/2 എങ്ങനെ ഹോൾ നമ്പറിൻ്റെ രീതിയിൽ എങ്ങനെ എഴുതാൻ നോക്കും. ഓക്കെ, 45/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45/2 ചെയ്യുമ്പോൾ നമുക്ക് 22 44 അല്ലേ? 1. ഓക്കെ, സോ 3/8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര? 39 ഡിഗ്രി ഉണ്ട്. അതിൻ്റെ കൂടെ എന്തോ ഉണ്ട്? 3/8 ഡിഗ്രി. 3/8 ഡിഗ്രി എങ്ങനെ എഴുതാം നമുക്ക്? 22 പ്ലസ് 1/2 മിനിറ്റ് അല്ലയോ? അതായത് 22 മിനിറ്റും ഒരു 1/2 മിനിറ്റും ഉണ്ട്. ഓക്കെ, 22 പ്ലസ് 1/2. ഓക്കെ, സോ 3/8 ഡിഗ്രിയെ ഞാൻ എന്ത് ചെയ്തു? മിനിറ്റ് ആക്കി. 45/2 എന്ന് കിട്ടി. 45/2 എന്ന് പറഞ്ഞാൽ എത്ര? 22 മിനിറ്റ് പ്ലസ് 1/2 മിനിറ്റാണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ആൻസറിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തെത്തി. ഓക്കെ, 39 ഡിഗ്രി ഉണ്ട്, ഒരു 22 മിനിറ്റ് ഉണ്ട്, പിന്നെ ഒരു 1/2 മിനിറ്റും കൂടെ ഉണ്ട്. ഓക്കെ, 22 മിനിറ്റ് ഉണ്ട്, പിന്നെ ഒരു 1/2 മിനിറ്റ് ഉണ്ട്. നമുക്കറിയാം 1/2 മിനിറ്റ് നമ്മൾ എഴുതുമോ? ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ ഒരിക്കലും മിനിറ്റിനെ സെക്കൻഡിനെ ഡിഗ്രി ഒന്നും എഴുതത്തില്ല. അതുകൊണ്ട് 1/2 മിനിറ്റ് എന്ന് എഴുതാൻ പറ്റത്തില്ല. ഇനി 1/2 നോക്കിയാൽ 1/2 എപ്പോഴും എന്താ? 1-നേക്കാൾ ചെറുതല്ലേ? 1-നേക്കാൾ ചെറുതാണെങ്കിൽ മിനിറ്റിന് പകരം നമ്മൾ ആരെയാക്കും? നമ്മൾ 1 മിനിറ്റിനേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ ആ മിനിറ്റിനെ എന്താക്കും? നമ്മൾ സെക്കൻഡ് ആക്കും. എങ്ങനെ സെക്കൻഡ് ആക്കുന്നത്? 60 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ 1/2 മിനിറ്റിനെ നമുക്ക് എന്താക്കണം? സെക്കൻഡിൽ അങ്ങ് എഴുതാം. ഓക്കെ, അതെങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 60 ചെയ്താൽ മതി. എത്ര കിട്ടും? 30 എന്ന് കിട്ടും. സോ അതായത് അത് എത്ര? 1/2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 30 സെക്കൻഡ്. ആൻസർ ആയില്ലേ? ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ.
നമ്മൾ ഒറ്റ കാര്യമല്ല വെച്ചാൽ അത് ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് ഈ വക ആൾക്കാരൊന്നും നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതത്തില്ല. സോ ഹോൾ നമ്പറിൻ്റെ രീതിയിൽ എഴുതാൻ നോക്കും. അവിടെ നമ്മൾ ആദ്യം ചെയ്ത് എന്താ 315/8 ഡിഗ്രി എന്ന് കിട്ടി. ഇവിടം വരെ എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, എന്ത് ചെയ്താൽ മതി 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പൈക്ക് 22/7 കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പിലെത്തി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 315/8 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലയോ. അപ്പോൾ നമ്മൾ ഡിഗ്രി എന്ത് ചെയ്യണം, നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 315/8 എന്ത് കിട്ടുമെന്ന് നോക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. 39 + 3/8 എന്ന് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ 315/8 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര, 39 ഡിഗ്രി + 3/8 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്ത്, നമുക്കറിയാം ഫ്രാക്ഷനായിട്ട് എഴുതത്തില്ല. 3/8 ഡിഗ്രി നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. കാരണം 3/8 എന്ന് പറഞ്ഞാൽ എന്താ, 1 ഡിഗ്രിയിൽ താഴെയുള്ളൊരു വാല്യൂ. അതുകൊണ്ട് നമ്മൾ അതിനെ എന്താക്കും, മിനിറ്റ് ആക്കി എഴുതും. സോ 3/8 ഇൻറ്റു മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 45/2 മിനിറ്റ് എന്നാണ് കിട്ടിയത്. നമുക്കറിയാം ഡിഗ്രിയെ മിനിറ്റിനെ സെക്കൻഡിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതത്തില്ല. സോ 45/2 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാൻ പറ്റി, 22 + 1/2 എന്ന് എഴുതാൻ പറ്റി അല്ലയോ. സോ 22 3/8 ഡിഗ്രി എന്ന് പറഞ്ഞപ്പോൾ എത്രയായി, 22 + 1/2 മിനിറ്റ് എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, സോ അത്രയും മിനിറ്റ്. ഇനി ആ 1/2 മിനിറ്റ് നമുക്കറിയാം ഫ്രാക്ഷൻ എഴുതത്തില്ല. അതുകൊണ്ട് 1/2 മിനിറ്റിന് നമ്മൾ എന്തായിട്ട് മാറ്റും, സെക്കൻഡാക്കി മാറ്റും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തില്ലയോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആ സ്റ്റെപ്പ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ നമുക്ക് ഒരു കണക്കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, അങ്ങ് തറവാകും. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, -4 റേഡിയൻ അല്ലേ. -4 റേഡിയനെ നമുക്ക് ഡിഗ്രി ആക്കണം. -4 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 180/π. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, പൈക്ക് നമ്മൾ എന്ത് കൊടുക്കും, പൈക്ക് നമ്മൾ 22/7 എന്ന് കൊടുക്കും. സോ 22/7 അത് മുകളിൽ വരും. നമുക്ക് എന്ത് ചെയ്യാം, 4ഉം 22ഉം കൂടെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം -2 ഇൻറ്റു 7 ഇൻറ്റു 180/11 എന്ന് വരും അല്ലേ. ഇത് നമുക്ക് ചെയ്യുമ്പം 14 ഇൻറ്റു 180/11 അത് ചെയ്യുമ്പോൾ നമുക്ക് 2520/11 കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇത്രയും ഡിഗ്രി കിട്ടി. ഡിഗ്രിയെ നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതത്തില്ല. സോ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവുക, കണ്ടുപിടിക്കാൻ പോവുക. 2520/11. സോ 2 22 3 2 2 22 10 0 99. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 2520/11 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം, 229 ഡിഗ്രി പ്ലസ് 1/11 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ. നമുക്കറിയാം 1/11 ഡിഗ്രി നമ്മൾ എഴുതത്തില്ല. 1/11 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, 1 ഡിഗ്രിയേക്കാൾ താഴെയുള്ള വാല്യൂ. സോ നമ്മൾ അതിനെ എന്താക്കും, നമ്മളതിനെ മിനിറ്റ് ആക്കും. മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 60 ചെയ്താൽ മതി, ഇൻറ്റു 60. സോ ഇപ്പോൾ ഇത് മിനിറ്റായി. പക്ഷേ നമുക്കറിയാം 60/11 മിനിറ്റ് എന്ന് നമ്മൾ എഴുതത്തില്ല. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹോൾ നമ്പർ രീതിയിൽ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 60/11 നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. 60/11 എന്താ, 60/11 5 55 5. ഓക്കെ, സോ 229 ഡിഗ്രി 5 മിനിറ്റ് പ്ലസ് എന്തുകൊണ്ട് ഇനി ഒരു 5/11 മിനിറ്റ് കൂടെ ഉണ്ട്. സോ 5/11 മിനിറ്റ്. നമുക്കറിയാം 5/11 മിനിറ്റ് എന്ന് നമ്മൾ എഴുതത്തില്ല. നമുക്ക് അതിന് എന്ത് ചെയ്യണം, 5/11 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിനേക്കാൾ താഴെയുള്ള വാല്യൂ. സോ അതിനെ നമ്മൾ എന്തായിട്ട് അങ്ങ് മാറ്റും, സെക്കൻഡായിട്ട് മാറ്റും. എങ്ങനെ സെക്കൻഡായിട്ട് മാറ്റും, 60 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, സോ ഇതെന്ത് കിട്ടും നമുക്ക് ആൻസർ അങ്ങോട്ട് പോവും. 229 ഡിഗ്രി 5 മിനിറ്റ്. ഇനി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ, 5 ഇൻറ്റു 60 എത്ര, 300/11 എന്ന് കിട്ടും. 300/11 എന്ന് കിട്ടും അല്ലയോ, 300/11. പക്ഷേ നമുക്ക് 300/11 സെക്കൻഡ് നമ്മൾ എഴുതത്തില്ല. സെക്കൻഡിനെ ഹോൾ നമ്പർ ആക്കണം. നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റും, താ നോക്കിയേ, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 22 8 0 7 77. ഓക്കെ, സോ 27 ഇത് മാത്രം എടുത്താൽ മതി. 27 സെക്കൻഡ്. ഇനി അത് ചെറിയ 27 പ്ലസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ 27 പ്ലസ് 3/11 എന്ന് എഴുതാൻ പറ്റും. 27 പ്ലസ് 3/11 എന്ന് എഴുതാൻ പറ്റും. പക്ഷേ 3/11 സെക്കൻഡിന് പിന്നെ നമുക്ക് സെക്കൻഡിനേക്കാൾ ചെറിയൊരു വാല്യൂ ആക്കി ഒരു ഹോൾ നമ്പർ ആക്കി എഴുതാൻ പറ്റുമോ, പറ്റത്തില്ല. നമ്മൾ അതിനെ ജസ്റ്റ് എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. നമ്മൾ എന്ത് മാത്രം എടുക്കും, 27 മാത്രം എടുക്കും. ഓക്കെ, സോ ഫൈനൽ ആൻസർ എന്ത് കിട്ടി, 27 സെക്കൻഡ്.
സോ ഇതായിരിക്കും എന്തോന്ന് ഇതിൻ്റെ ആൻസർ. സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ തൊട്ട് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം ചെയ്തതുപോലെ സിമിലറായിട്ടാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ലാസ്റ്റ് വന്നൊരു ടെസ്റ്റ് എന്താ, നമുക്ക് 27 + 3/11 സെക്കൻഡ് എന്നുണ്ട്. പക്ഷേ ആ 3/11 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. കാരണം ഒരു സെക്കൻഡിനേക്കാൾ താഴെയുള്ളൊരു വാല്യൂ അത്. അതിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. നമ്മൾ എന്ത് മാത്രം എടുക്കും, 27 സെക്കൻഡ് മാത്രം എടുക്കും. ഓക്കെ ഓക്കെ സോ അങ്ങനെ ഈ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്തു. ഓക്കെ, നോക്കിയാൽ നെക്സ്റ്റ് പ്രോബ്ലം 5π/3 അല്ലയോ. 5π/3 ഇത്രയും റേഡിയനെ ഡിഗ്രി ആക്കാൻ എന്ത് ചെയ്താൽ അത് ഇൻറ്റു 180/π. സോ പൈയും ക്യാൻസൽ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 3/18 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലയോ. 180 ഉണ്ട്, അതിൽ 3ഉം 18 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. സോ 60 × 5 എത്ര, 300. ഓക്കെ, 300 ഡിഗ്രി എന്ന് കിട്ടും. ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും, ഈസി ആയിട്ട് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കിയേ. നാലാമത്തെ പ്രോബ്ലം 7π/6 അല്ലയോ. 7π/6 ഇൻറ്റു 180/π. ഇത്രയും ഡിഗ്രി ആയി. പൈയും ക്യാൻസൽ ചെയ്യാം നമുക്ക്. 6ഉം 18 കട്ട് ചെയ്യാം, 3. സോ 30 × 7 എന്ന് കിട്ടും. 30 × 7 210 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. ഏത് ടൈപ്പ് വന്നാലും സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. ഓക്കെ, അപ്പം ഇതേപോലെ സിമ്പിളായിട്ടും വരാം. നമുക്ക് നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത് കണക്ക് മിനിറ്റും സെക്കൻഡും ഒക്കെ ആയിട്ടും ചോദ്യങ്ങൾ വരാം. ഓക്കെ നോക്കി, അങ്ങനെ അടുത്ത പ്രോബ്ലം നോക്കാം. A wheel makes 360 revolutions in 1 minute. Through how many radians does it turn in 1 second? ഓക്കെ, ചോദിച്ചേക്കുന്നത് എന്താ, ഒരു വീല് 360 റെവല്യൂഷൻസ് കറങ്ങും ഒരു മിനിറ്റ് കൊണ്ട്. 360 റെവല്യൂഷൻസ് കറങ്ങുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര റേഡിയൻ കറങ്ങുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെക്കൻഡ് എത്ര റെവല്യൂഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്ര റെവല്യൂഷൻ ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയൻ ആക്കാൻ നമുക്കറിയാം അല്ലയോ. നമ്മൾ പഠിച്ചതാ, എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ, 2π റേഡിയനാ അല്ലേ. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റേഡിയനാ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ, 2π റേഡിയനാന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം നമുക്ക്. അങ്ങനെ എത്ര റെവല്യൂഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അത് എത്ര റേഡിയനാന്ന് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആണെങ്കിൽ 2π, 2 കംപ്ലീറ്റ് റെവല്യൂഷൻ ആണെങ്കിലോ 2 × 2π, 3 കംപ്ലീറ്റ് റെവല്യൂഷൻ ആണെങ്കിലോ 3 × 2π. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര റെവല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്ക് എത്ര റെവല്യൂഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ഒരു സെക്കൻഡിലല്ലേ ചോദിച്ചേക്കുന്നത്. അതായത് ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇങ്ങനെയുള്ള കണക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഈ പറയുന്നത് സിമ്പിളാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ ചെയ്തു വരുന്നതാ, റേഷ്യോ യൂസ് ചെയ്ത് ചെയ്യുന്നതാ. അപ്പം കുഞ്ഞുനാൾ തൊട്ടേ ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഇത്. ഓക്കെ, ഇതാ നോക്കിയേ, 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര റെവല്യൂഷനാണെന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ ഈ ഉണ്ട് എന്താ, നമ്മുടെ ഈ ഉള്ള ഇൻഫർമേഷൻ എന്താ, ഒരു മിനിറ്റിൽ 360 റെവല്യൂഷൻസ് എന്നാണ്. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് എഴുതത്തില്ല, ഇവിടെ സെക്കൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു മിനിറ്റിന് എന്ത് ചെയ്യും, 60 സെക്കൻഡ് എന്ന് എഴുതും. 60 സെക്കൻഡിൽ 360 റെവല്യൂഷൻ. ഓക്കെ, അത് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷനാണ്. ഓക്കെ, ഇനി സിമ്പിൾ അതാണ്ട് നോക്കിയേ, റേഷ്യോ എടുത്താൽ മതി. ഇവിടെ കിടക്കുന്ന എന്താ, 1/60 ഈസ് ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, നമുക്കറിയത്തില്ല. അതിന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, എച്ച് എന്ന് വിളിച്ചു, h/360. ഓക്കെ ആണോ? ഓക്കെ, സോ 1/60 ഈസ് ഈക്വൽ ടു h/360. അങ്ങനെയാണെങ്കിൽ h ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, നമുക്ക് 360 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. സോ 360 / 60, 0 ക്യാൻസൽ ചെയ്ത് പോവും, 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ നമുക്ക് കിട്ടി, 6 റെവല്യൂഷൻ. ഒരു സെക്കൻഡിൽ അപ്പോൾ എത്ര റെവല്യൂഷൻ നടക്കുന്നുണ്ട്, 6 റെവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ 6 റെവല്യൂഷൻ ഉണ്ടെങ്കിൽ അത് എത്ര റേഡിയൻ ആയിരിക്കും, 6 റെവല്യൂഷൻസ് ഉണ്ട്. 6 റെവല്യൂഷൻസ് ഈസ് ഈക്വൽ ടു എത്ര റേഡിയനാ, 6 × 2π അല്ലേ. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയനാണ്. അപ്പോൾ 6 റെവല്യൂഷൻ ഉണ്ടെങ്കിലോ 6 × 2π എത്ര, 12π റേഡിയൻ. ഓക്കെ, ഇപ്പോൾ ഒരു സെക്കൻഡിൽ അത് എത്ര കറങ്ങുന്നുണ്ട്, 12π റേഡിയൻ കറങ്ങുന്നുണ്ട്. സിമ്പിൾ. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ആൻ ആംഗിൾ സബ്സ്റ്റൻഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 100 സെൻറ്റിമീറ്റർ ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 22 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണം, നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സർക്കിളിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കിളിൻ്റെ റേഡിയസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, നോക്കിയേ, നമ്മുടെ ഈ എന്താ ഉള്ളത്, ഒരു സർക്കിളുണ്ട്. നമ്മുടെ ഈ ഒരു സർക്കിളുണ്ട്. ഓക്കെ, ഇനി ആ സർക്കിളിൻ്റെ റേഡിയസ് എത്ര, സർക്കിളിൻ്റെ റേഡിയസ്
100 സെൻറ്റിമീറ്റർ അല്ലയോ, 100 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഒരു ആർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ആർക്കിന് എത്ര ലെങ്ത് ഉണ്ട്, 22 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ആർക്കുണ്ട്, 22 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ആർക്കുണ്ട്. ആ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ആംഗിളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആംഗിളിൻ്റെ എന്തൊരു മെഷറാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിഗ്രി മെഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ തീറ്റ ആദ്യമേ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ അല്ലയോ. ആർക്ക് ലെങ്ത് എത്ര ഇവിടെ, 22 ഡിവൈഡഡ് ബൈ റേഡിയസ് എത്ര ഇവിടെ, 100. 22 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും തീറ്റ. ഓക്കെ, ഇത്ര എന്താ കിട്ടുന്നത്, ഇത് റേഡിയനിലാണ് കിട്ടുന്നത്. നമുക്കറിയാം ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തില്ല, റേഡിയനില്ല. കാരണം നമ്മൾ റേഡിയൻ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ് അല്ലയോ. ഒരു സർക്കിളിൻ്റെ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് 1 റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിളിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളാണ് അല്ലയോ. അതാ നോക്കിയേ, റേഡിയസ് 1ഉം ആർക്ക് ലെങ്ത് 1ഉം ആണെങ്കിൽ അന്നേരം ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് തോന്നുന്നു 1 റേഡിയൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് തന്നെ. സോ തീറ്റ നമ്മൾ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ഇങ്ങനെയാണ് തീറ്റ മെഷർ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, അത് റേഡിയനിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. നമ്മൾ പഠിച്ച കാര്യം. ഓക്കെ, അപ്പോൾ ഇത്ര റേഡിയൻ കിട്ടി. പക്ഷേ നമുക്ക് റേഡിയനിലല്ല വേണ്ടത്, നമുക്ക് എന്തൊരു മെഷറാണ് വേണ്ടത്, ഡിഗ്രി മെഷറാണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഡിഗ്രിയിലോട്ടാക്കാൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 180/π ചെയ്താൽ മതി. ഓക്കെ, ഡിഗ്രിയിലാക്കാൻ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 180/π ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം, ഇതാ വേണമെങ്കിൽ ഒരു 0 കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്ത് വരും, 22 × 18 ഡിവൈഡഡ് ബൈ 10 × പൈക്ക് നമ്മൾ എന്ത് കൊടുക്കും, 22/7 എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ കൊടുക്കും. സോ 22 ഡിവൈഡഡ് ബൈ 7 അത് എവിടെ പോകും, മുകളിൽ പോകും. സോ 22 നമുക്കിനി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 18 × 7/10 എന്ന് കിട്ടും. 18 × 7 എന്ന് പറയുമ്പം 18 × 7 10 × 70 52 126 അല്ലേ, 126/10 എന്ന് വരും. അപ്പോൾ ഇത്രയും ഡിഗ്രി എന്ന് കിട്ടി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, 126/10 ഡിഗ്രി നമ്മൾ എഴുതത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, അതെന്താണെന്ന് കണ്ടുപിടിക്കും. ഹോൾ നമ്പറാക്കി എഴുതണ്ടേ നമുക്ക്. സോ 126/10. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 12 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 120 കിട്ടും. ബാക്കി 6 കിട്ടും അല്ലയോ. സോ അതെന്താ, 126/10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു 12 ഡിഗ്രി പ്ലസ് 10/6 ഡിഗ്രി അല്ലയോ. സോറി, 6/10 ഡിഗ്രി പ്ലസ് 6/10 ഡിഗ്രി. 6/10 ഡിഗ്രി നമുക്കറിയാം. 6/10 ഡിഗ്രി നമ്മൾ എഴുതോ, ഇല്ല. ഡിഗ്രിയെ നമ്മൾ എന്തായിട്ട് എഴുതും, 6/10 എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയേക്കാൾ താഴെയുള്ളതാണ്. സോ 6/10 ഡിഗ്രി എന്ന് എഴുതത്തില്ല. ഡിഗ്രിയെ നമുക്ക് എന്തായിട്ട് എഴുതണം, മിനിറ്റ് ആക്കണം. ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 60 ചെയ്താൽ മതി. 6ഉം 0 ക്യാൻസൽ ആവും. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 12 ഡിഗ്രി 36 മിനിറ്റ് എന്ന് കിട്ടും. സോ 12 ഡിഗ്രി 36 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. സിമ്പിളല്ലേ ചെയ്യാൻ, സിമ്പിളാണ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഇതിന് മുന്നേ കണ്ട ക്വസ്റ്റ്യൻ ചെയ്ത ആ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അവസാനം ആൻസർ കണ്ടുപിടിക്കേണ്ടി വന്നു അല്ലയോ. നമ്മൾ ആ ഡിഗ്രി മിനിറ്റിനെ ഒക്കെ കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചില്ലായിരുന്നോ. നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതത്തില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, 1 ഡിഗ്രിയിൽ താഴെയുള്ളതിനാണെങ്കിൽ അതിനെ മിനിറ്റ് ആക്കും. അതേപോലെ 1 മിനിറ്റ് താഴെയുള്ളതിനാണെങ്കിൽ അതിനെ സെക്കൻഡ് ആക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടെ യൂസ് ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ പ്രോബ്ലത്തിൻ്റെ ഫൈനൽ ആൻസറിലെത്താൻ. ഓക്കെ, സോ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. In a circle of diameter 40 cm, the length of chord is 20 cm. Find the length of minor arc of the chord. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടല്ലേ, ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സർക്കിളിൻ്റെ ഡയമീറ്റർ 40 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ റേഡിയസ് എത്ര ആയിരിക്കും, സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ലെങ്ത് ഓഫ് എ കോഡ് ഈസ് 20 സെൻറ്റിമീറ്റർ. ഈ സർക്കിളിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് വരയ്ക്കാം. ആ കോഡിൻ്റെ ലെങ്ത് എത്ര, 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിൻ്റെ ഏതെങ്കിലും 2 പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. അതാണ് നമുക്ക് എന്ത് വിളിക്കാം, കോഡെന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കോഡുണ്ട്. ആ കോഡ് ഞാൻ ഇവിടുന്ന് വരച്ചു തുടങ്ങുവാന്നേ. അപ്പോൾ ഇവിടുന്ന് ഞാൻ എന്താണ്ടേ ഒരു 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കോഡ് വരച്ച്, എനിക്ക് എവിടെ വേണമെങ്കിലും കോഡ് വരയ്ക്കാം. ഈ 20 സെൻറ്റിമീറ്റർ ഉള്ള കോഡ് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, വരയ്ക്കാം. സർക്കിളിൻ്റെ ഏത് 2 പോയിന്റുകൾ കണക്ട് ചെയ്തു എനിക്ക് എന്ത് ചെയ്യാം, 20 സെൻറ്റിമീറ്റർ കോഡ് വരയ്ക്കാം. ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ റേഡിയസ് ഇവിടെ ഇങ്ങനെ വരച്ച് നിർത്തിയിരിക്കുന്നുണ്ട്. ഈ പോയിന്റുമായിട്ട് കോഡ് വരച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോഡ് വരയ്ക്കുമ്പം ഈ കോഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന 2 സ്ഥലങ്ങളുണ്ട്. അതാണ്ട് നോക്കിയേ, ഈ സർക്കിളിന് ഈ കോഡ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഇവിടെ ഒരു കുഞ്ഞ് ആർക്കും ഉണ്ടാക്കും, ഇവിടെ ഒരു വലിയ ആർക്കും ഉണ്ടാക്കും. കണ്ടോ, 2ആയിട്ടല്ലേ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അതാണ്ട് നോക്കിയേ, ഇവിടെ ഒരു കുഞ്ഞൻ ആർക്കും ഉണ്ട്. ഈ കോഡ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ആർക്കും ഉണ്ട്, ഇവിടെ എന്തുകൊണ്ട് ഒരു വലിയ ആർക്കും ഉണ്ട്. കണ്ടോ, ഒരു വലിയ ആർക്കും ഉണ്ട്. നമുക്ക് വേണ്ടുന്നത് എന്താ, ഈ
ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മൈനർ ആർക്ക് ഓഫ് ദ കോഡ്. നമുക്ക് വേണ്ടുന്നത് ഈ മൈനർ ആർക്കിൻ്റെ കോഡ് ലെങ്ത് ആണ്. ഓക്കെ, സോ ഈ മൈനർ ആർക്കിൻ്റെ ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. മൈനർ ആർക്ക് എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്, ഇത് കുഞ്ഞാർക്കല്ലേ. കോഡിൻ്റെ ഇവിടെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു വലിയ ആർക്ക്. നമുക്ക് വേണ്ടുന്ന ആരെയാ, ഈ മൈനർ ആർക്കിനെ. ഓക്കെ, മൈനർ ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാ നോക്കിയാൽ സിമ്പിളാ. താണ്ടെ ഈ സെൻറ്ററിൽ നിന്ന് താണ്ടെ ഈ പോയിന്റിലോട്ട് വരച്ചാലും അത് എന്ത് തന്നെയാണ്, അത് റേഡിയസ് തന്നെ അല്ലയോ, അത് 20 സെൻറ്റിമീറ്റർ അല്ലയോ. ഈ കോഡിൻ്റെ ലെങ്ത് എന്ത് തന്നെയാണ്, 20 സെൻറ്റിമീറ്റർ അല്ലയോ. സോ ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലായി, ഇതെന്താ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഇതെന്തൊരു ട്രയാങ്കിളാണ്, ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. സോ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എത്ര ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. സംശയമൊന്നുമില്ലേ, സംശയമൊന്നുമില്ല. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഈ ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഇക്വേഷൻ അറിയാം. തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, നമുക്ക് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണെന്ന് നമുക്കറിയാം അല്ലയോ. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എന്താ, ആർ തീറ്റ. സിമ്പിളാണ്. നമുക്ക് ആർ ഉണ്ട്, റേഡിയസ് എത്ര, നമ്മുടെ ഈ 20 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലയോ. ഇതാ നോക്കിയേ, തീറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഈ ആർക്ക് ലെങ്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. റേഡിയസും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ റേഡിയസ് എത്ര, 20 സെൻറ്റിമീറ്റർ. 20 ഇൻറ്റു തീറ്റ എത്ര, 60 ഡിഗ്രി. പക്ഷെ നമുക്കറിയാം ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ തീറ്റ എന്തായിരിക്കണം, റേഡിയൻ ആയിരിക്കണം. നമുക്ക് ഡിഗ്രിയെ റേഡിയനിലാക്കണം. സോ 60 ഇൻറ്റു റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റേഡിയൻ. 60 ഡിഗ്രിയെ റേഡിയൻ ആക്കണമെങ്കിൽ ഇൻറ്റു പൈ ബൈ എന്ത് ചെയ്താൽ മതി, 180 ചെയ്താൽ മതി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 60 ഇൻറ്റു പൈ ബൈ 180 എന്ന് കിട്ടും ആർക്ക് ലെങ്ത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് 0യും ക്യാൻസൽ ചെയ്യാം, 6ഉം 18ഉം ക്യാൻസൽ ചെയ്യാം. 20 പൈ ബൈ 3 എന്ന് കിട്ടും. എന്ത് കിട്ടും, 20 പൈ ബൈ 3 എന്ന് കിട്ടും. സോ ഇത്രയും സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. കാരണം ഇവിടെ 6 നമ്മൾ സെൻറ്റിമീറ്ററിലല്ലേ കൊടുത്തത്. സോ ഇത്രയും എന്ത് കിട്ടും, സെൻറ്റിമീറ്ററിന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പൈക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3.14 എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ 22/7 അപ്രോക്സിമേഷൻ കൊടുക്കാം, ആൻസർ എഴുതാം. ഓക്കെ ഓക്കെ, സോ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. If two circles are of same length, subtended angles 60 degree and 75 degree at the center, find the ratio of their radii. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, 2 സർക്കിൾ തന്നിട്ടുണ്ട്. 2 സർക്കിളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആംഗിൾസ് സബ്സ്റ്റൻഡ് ചെയ്തിരിക്കുന്നത് ഒന്നിൽ 60 ഡിഗ്രിയും 75 ഡിഗ്രിയും. പക്ഷേ ആർക്ക് ലെങ്ത് എന്ത് തന്നെയാണ്, സെയിമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റേഡിയസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇതുപോലത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇതാണ്ട് നമ്മുടെ കയ്യിൽ എത്ര സർക്കിളുണ്ട്, 2 സർക്കിളുണ്ട്. ഓക്കെ, 2 സർക്കിളുണ്ട്, ഒരു സർക്കിൾ കൂടെ ഉണ്ട്. ഓക്കെ, 2 സർക്കിളുണ്ട്. ഇനി ഇതാ നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്, ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ ഞാനങ്ങ് പറയാം. ജനറൽ ആയിട്ടൊരു കേസ് പറഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പം ദാണ്ടേ 2 സർക്കിളിൽ ഒരു സർക്കിളിൽ ദാണ്ട് ഇതേ കണക്കൊരു ആർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ ആർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ആർക്ക് ഒരു ആംഗിളും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ആർക്കുണ്ട്. ആ ആർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിളിനെ നമുക്ക് എന്ത് വിളിക്കാം, നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, തീറ്റ എന്ന് വിളിക്കാം. നമുക്കറിയാം തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് അതിനെ ഞാൻ R1 എന്ന് വിളിച്ചു, ഇതിനെ θ1 എന്ന് വിളിച്ചു. ഓക്കെ, θ1 ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, L ബൈ R1 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിളിക്കാം L ഈസ് ഈക്വൽ ടു എന്താ, θ1 ഇൻറ്റു R1. പ്രശ്നമില്ലേ, പ്രശ്നമില്ല. അങ്ങനെ ഏതാ നോക്കിയാൽ രണ്ടാമത്തെ സർക്കിൾ നോക്കിയാൽ, രണ്ടാമതും ഒരു സർക്കിളുണ്ട്. അവരുടെ ആർക്ക് ലെങ്ത് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ആർക്ക് ലെങ്ത് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷേ തീറ്റ എന്താ വ്യത്യാസം, തീറ്റ എന്താ, തീറ്റ വ്യത്യാസം, അത് θ2 ആണെന്ന് വിചാരിക്കുക. θ2 ആണെന്ന് വിചാരിക്കുക. റേഡിയസും വ്യത്യാസം, അത് എത്ര, R2 ആണെന്ന് വിചാരിക്കുക. അത് വേറൊരു സർക്കിളല്ലേ, വേറൊരു സർക്കിളാണ്. പക്ഷേ ആർക്ക് ലെങ്ത് രണ്ടിനും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, 2 സർക്കിൾസ് ആർക്ക് ഓഫ് സെയിം ലെങ്ത് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ആർക്ക് ലെങ്ത് 2 സർക്കിളിൽ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അങ്ങനെ സെയിം ആർക്കുകൾ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾസ് എൻ്റെ റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ആംഗിൾസ് തന്നിട്ടുണ്ട്, ആ ആംഗിൾസ് തന്നിട്ടുണ്ട്. പക്ഷേ റേഡിയസിൻ്റെ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെയും ഇക്വേഷൻ എഴുതാം. θ2 ഈസ് ഈക്വൽ ടു എന്തെന്ന് വിളിക്കാം, ആർക്ക് ലെങ്ത് 2 സെയിം തന്നെയാണ്. സോ L ബൈ R2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ L ഈസ് ഈക്വൽ ടു എന്താ, θ2 ഇൻറ്റു R2 എന്ന് വിളിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, റേഡിയസിൻ്റെ റേഷ്യോസ്, അതായത് R1 ബൈ R2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലയോ. സോ R1 ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് R1 എങ്ങനെ എഴുതാം, R1 ഈസ് ഈക്വൽ ടു L ബൈ θ1 എന്ന് എഴുതാം. ഇവിടുന്ന് R2 എങ്ങനെ എഴുതാം, R2 ഈസ് ഈക്വൽ ടു L ബൈ θ2 എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്താ, കണ്ടുപിടിക്കേണ്ടത് R1 ബൈ R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. R1 ബൈ R2.
R1/R2 എന്ന് പറയുമ്പോൾ എന്താ L/θ1 ഡിവൈഡഡ് ബൈ L/θ2. നമുക്കറിയാം ആർക്ക് ലെങ്ത് രണ്ടും സെയിം ആ, സോ എല്ലും എല്ലാം ക്യാൻസൽ ആയി പോവും. R1/R2 ഈസിക്കൽ ടു എന്താ θ1/θ1 ഡിവൈഡഡ് ബൈ 1/θ2. സോ നമുക്ക് എങ്ങനെ എഴുതാം 1/θ1 ഡിവൈഡഡ് ബൈ 1/θ2. അതങ്ങ് മേളിൽ പോയില്ലയോ. സോ θ2/θ1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു θ2/θ1. ഇനി നമുക്ക് ആര് വേണം, θ2ഉം θ1ഉം വേണം. θ2 എത്ര, നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് നോക്കാം. ഫസ്റ്റ് സർക്കിളിൻ്റെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര, 60 ഡിഗ്രി. അതായത് θ1 എത്ര, 60 ഡിഗ്രി. θ2 എത്ര, 75 ഡിഗ്രി. ഓക്കെ ആണേ. ഓക്കെ, സോ θ2 എത്ര, 75 ഡിഗ്രി. 75 ഡിഗ്രി. പക്ഷെ നമുക്കറിയാം ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ തീറ്റ എന്ന് പറയുന്ന ആളാരാ, റേഡിയൻ ആയിരിക്കും. തീറ്റ എന്ന് പറയുന്ന ആളാരായിരിക്കണം, റേഡിയൻ ആയിരിക്കണം. നമുക്കിവിടെ 75 ഡിഗ്രിയാണ് തന്നേക്കുന്നത്. ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യണം, റേഡിയൻ ആക്കണം. റേഡിയൻ ആക്കണം. പക്ഷേ ഇവിടെ ശരിക്കും ഈ പ്രോബ്ലത്തിൽ റേഡിയൻ ആക്കിയാലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നാലും നമുക്ക് റേഡിയൻ ആക്കി തന്നെ പോകാം. ഓക്കെ, റേഡിയൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ×π/180 ചെയ്താൽ മതി. ×π/180 ഡിവൈഡഡ് ബൈ ഇവിടെ 60 ഡിഗ്രിയാണ്. θ1 എന്ന് പറയുന്നത് എത്ര, 60 ഡിഗ്രിയാണ്. സോ 60 ഡിഗ്രിയെ ഞാൻ എന്ത് ചെയ്യണം, റേഡിയൻ ആക്കണം. കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ റേഡിയൻ ആക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ, ഈ π/180 എന്ത് ചെയ്യും, മുകളിലും താഴെയും ക്യാൻസൽ ആയി പോകും. ആൻസർ എന്ത് വരും, 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 12 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഇത് 12 എന്ന് വരും. മുകളിൽ എന്ത് വരും, മുകളിൽ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 15 എന്ന് വരും അല്ലയോ. സോ ഇതിന് നമുക്കിനി എന്ത് ചെയ്യാം, 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 5/4 ക്യാൻസൽ കിട്ടും. ഓക്കെ, സോ R1/R2 അല്ലെങ്കിൽ R1:R2 എന്ന് പറയുന്ന റേഷ്യോ എന്ത് കിട്ടി, 5:4. ഓക്കെ, സോ R1/R2 എന്ന് പറഞ്ഞാൽ എന്താ, 5/4 എന്ന് കിട്ടി. സിമ്പിളായിട്ട് ചെയ്തൂടെ, സിമ്പിളായിട്ട് ചെയ്യാം. അങ്ങനെ ഏതാ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ആംഗിൾ ഇൻ റേഡിയൻ ത്രൂ വിച്ച് എ പെൻഡുലം സ്വിങ്സ് ഇഫ് ഇറ്റ്സ് ലെങ്ത് ഈസ് 75 സെൻറ്റിമീറ്റർ ആൻഡ് ദ ടിപ്പ് ഡിസ്ക്രൈബ്സ് ആൻ ആർക്ക് ഓഫ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 21 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഓരോ കേസിലെയും കണ്ടുപിടിക്കണം. എന്താ ചോദിച്ചിരിക്കുന്നത്, സിമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ, നമ്മൾക്കൊരു പെൻഡുലം ഉണ്ട്. ആ പെൻഡുലം എന്ത് ചെയ്യുക, ആ പെൻഡുലം ഇങ്ങനെ ആടുക അല്ലയോ, പെൻഡുലം ഇങ്ങനെ ആടുക. അങ്ങനെ ആടുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് അല്ലെങ്കിൽ നമുക്കറിയാം ഈ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലയോ, പെൻഡുലത്തിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്താ, അത് 75 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 75 സെൻറ്റിമീറ്റർ. ഇനി ആർക്ക് ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ തീറ്റ എത്രയാണ്, ആർക്ക് ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ തീറ്റ എത്രയാണ്, ആർക്ക് ലെങ്ത് 21 സെൻറ്റിമീറ്റർ ആണെങ്കിൽ തീറ്റ എത്രയാണ്. അങ്ങനെ ഓരോ കേസിലെയും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം തീറ്റ ഈസിക്കൽ ടു എന്താ, ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഈ ഇക്വേഷൻ നമുക്കറിയാം. റേഡിയസ് എപ്പോഴും ഒന്ന് തന്നെ 75 സെൻറ്റിമീറ്റർ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതാണ്ട് ഈ ലെങ്ത്, ഇതല്ലേ റേഡിയസ്. ഒരു പെൻഡുലം ഇങ്ങനെ ആടുവാണെങ്കിൽ നമുക്ക് റേഡിയസ് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, ഇതായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലയോ. സോ പെൻഡുലത്തിൻ്റെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം പെൻഡുലത്തിൻ്റെ ലെങ്തിനെ. ഓക്കെ ഓക്കെ സോ ഫസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ തീറ്റ എന്ത് കിട്ടും, ആർക്ക് ലെങ്ത് എത്ര, ആർക്ക് ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിലാണ് ഫസ്റ്റ് കേസ് ചോദിച്ചിരിക്കുന്നത്. സോ 10 ഡിവൈഡഡ് ബൈ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. റേഡിയസ് എപ്പോഴും എത്ര തന്നെയാണ്, 75. സോ 10/75 നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 2 ആവും. ഇത് 15 കിട്ടും. ഓക്കെ, 2/15 റേഡിയൻ കിട്ടും. ഓക്കെ, 2/15 റേഡിയൻ കിട്ടും. അങ്ങനെ ഈ രണ്ടാമത്തെ കേസ് നോക്കിയാൽ, രണ്ടാമത്തെ കേസ് തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എത്രയാ, 15 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ 15 ഡിവൈഡഡ് ബൈ 75. സെയിം ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 15 ആവും, മുകളിൽ 3 ആവും. സോ 3/15 അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 1/5 എന്ന് എഴുതാം. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 കൊണ്ട് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. മൂന്നാമത്തെ കേസ് നോക്കുക, 21. സോ തീറ്റ ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 75. ഓക്കെ, ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം, നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 × 7 ആണല്ലോ. സോ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 21നെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 7 കിട്ടും. ഡിവൈഡഡ് ബൈ 75നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ, 75 ഡിവൈഡ് ബൈ 3 6 കണ്ടോ, 25 എന്ന് കിട്ടും. ഓക്കെ, സോ 7/25 റേഡിയൻ എന്ന് കിട്ടും. നമുക്കറിയാം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ തീറ്റ എന്തായിരിക്കും, എപ്പോഴും റേഡിയനിലായിരിക്കും കിട്ടുന്നത്.
സോ 7/25 റേഡിയൻ കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കണക്കാം. ഓക്കെ, ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്, റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. കാരണം പെൻഡുലത്തിൻ്റെ ആട്ടം നിങ്ങൾ നോക്കിയേ, ഇതൊരു ഫുൾ സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്തായിട്ട് വരും, അത് റേഡിയസ് ആയിട്ട് വരും ഇല്ലേ. ഓക്കെ, സോ അത് മാത്രമേ ഇവിടെ അറിയാനുള്ളൂ, വേറെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ 3.1 എന്ന് പറയുന്ന എക്സസൈസ് കംപ്ലീറ്റ് ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്കിനി എന്ത് ചെയ്യണം, നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലോട്ട് കയറാൻ പോവാം. നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിരുന്നു 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എങ്ങോട്ട് കയറാൻ പോവാം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ പരിചയപ്പെടാൻ പോവുക. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കുറേ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് നോക്കാനുണ്ട്, എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈസി ആയിട്ട് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചാപ്റ്റർ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്, ബൈ.